പതിറ്റാണ്ടുകളായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഇറാൻ ഇസ്രായേൽ അമേരിക്ക ശത്രുത 2026 തുടക്കത്തിൽ ലോകം കണ്ട ഏറ്റവും വലിയ സൈനിക നീക്കങ്ങളിൽ ഒന്നിലേക്ക് വഴിമാറുകയാണ്. ഇറാനിയൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയെ ലക്ഷ്യം വെച്ച് നടന്ന ഡെക്കാപ്പിറ്റേഷൻ സ്ട്രൈക്ക് കേവലം ഒരു മിസൈൽ ആക്രമണമായിരുന്നില്ല, മറിച്ച് ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള രാഷ്ട്രീയ ഭൂകമ്പമായിരുന്നു. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധികേന്ദ്രങ്ങളും അതിലേക്ക് നയിച്ച രഹസ്യ ചർച്ചകളും നിലവിൽ പശ്ചിമേഷ്യ നേരിടുന്ന വെല്ലുവിളികളും ആഴത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. ഇറാനിയൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയും അദ്ദേഹത്തിന്റെ പ്രധാന സഹായികളും ടെഹ്റാനിലെ അതീവ സുരക്ഷയുള്ള കോമ്പൗണ്ടിൽ ഒരു അടിയന്തര യോഗം ചേരാൻ തീരുമാനിച്ചു എന്നതായിരുന്നു ഇസ്രായേൽ അമേരിക്ക ഇന്റലിജൻസ് ഏജൻസികൾക്ക് ലഭിച്ച ആദ്യ വിവരം. ഈ വിവരം ലഭിച്ച ഉടൻ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ അതീവ രഹസ്യമായി ഒരു ഫോൺ സംഭാഷണം നടന്നു. ശനിയാഴ്ച രാത്രി നടക്കേണ്ടിയിരുന്ന ഈ യോഗം ശനിയാഴ്ച രാവിലത്തേക്ക് മാറ്റിയതായി പുതിയ ഇന്റലിജൻസ് വിവരങ്ങൾ സൂചിപ്പിച്ചതോടെ ഒരു ഡെക്കാപ്പിറ്റേഷൻ സ്ട്രൈക്കിന് ഇതിലും വലിയൊരു അവസരം ഇനി ലഭിക്കില്ലെന്ന് നെതന്യാഹു വാദിച്ചു. പതിറ്റാണ്ടുകളായി താൻ സ്വപ്നം കണ്ടിരുന്ന ഈ ഓപ്പറേഷനായി ട്രംപിനെ പ്രേരിപ്പിക്കാൻ നെതന്യാഹു ഉപയോഗിച്ചത് വൈകാരികമായ ചില കാരണങ്ങൾ കൂടിയാണ്. 2024 തിരഞ്ഞെടുപ്പ് കാലത്ത് ട്രംപിനെ വധിക്കാൻ ഇറാൻ ആസൂത്രണം ചെയ്തതായി പറയപ്പെടുന്ന പദ്ധതികളും IRGC കമാൻഡർ ഖാസിം സുലൈമാനിയുടെ വധത്തിന് പകരം വീട്ടാൻ ഇറാൻ നടത്തിയ നീക്കങ്ങളും നെതന്യാഹു ഓർമ്മിപ്പിച്ചു. ഈ വാദങ്ങൾ ട്രംപിനെ സ്വാധീനിച്ചുവെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഫെബ്രുവരി 27-നാണ് ഈ ചരിത്രപരമായ നീക്കത്തിന് ട്രംപ് അന്തിമ അംഗീകാരം നൽകിയത്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി എന്ന് പേരിട്ട ഈ ദൗത്യം ഇറാന്റെ മുഴുവൻ പ്രതിരോധ സംവിധാനങ്ങളെയും തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രൂപകൽപ്പന ചെയ്തത്. ഫെബ്രുവരി 28-ന് ആദ്യത്തെ ബോംബുകൾ ടെഹ്റാനിലെ ലക്ഷ്യങ്ങളിൽ പതിച്ചു. അന്ന് വൈകുന്നേരത്തോടെ ഖമേനി കൊല്ലപ്പെട്ടതായി ട്രംപ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഈ ആക്രമണത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഇവയായിരുന്നു: ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ഉൽപാദന ശേഷി പൂർണ്ണമായും നശിപ്പിക്കുക, ഇറാന്റെ നാവികസേനയെ കടലിൽ നിന്ന് തുടച്ചു നീക്കുക, മേഖലയിലെ പ്രോക്സി ഗ്രൂപ്പുകൾക്ക് ആയുധം നൽകാനുള്ള ഇറാന്റെ കഴിവ് അവസാനിപ്പിക്കുക, ഇറാൻ ഒരിക്കലും ആണവായുധം കൈക്കലാക്കില്ലെന്ന് ഉറപ്പാക്കുക. ഇത്രയും വലിയൊരു സാഹസത്തിന് ട്രംപിനെ പ്രേരിപ്പിച്ച ഘടകങ്ങളിൽ ഒന്ന് ജനുവരി 3-ന് വെനസ്വേലയിൽ നടന്ന സൈനിക നീക്കമായിരുന്നു. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ ഒരു അമേരിക്കൻ സൈനികന്റെ പോലും ജീവൻ നഷ്ടപ്പെടാതെ അധികാരത്തിൽ നിന്ന് മാറ്റാൻ സാധിച്ചത് വലിയൊരു വിജയമായി ട്രംപ് കണ്ടു. ഇത്തരം കടുത്ത സൈനിക നീക്കങ്ങൾ അമേരിക്കൻ സൈന്യത്തിന് വലിയ പ്രത്യാഘാതങ്ങൾ ഇല്ലാതെ ചെയ്യാമെന്ന ആത്മവിശ്വാസം നൽകി. ഇതിന് പിന്നാലെ ഇറാനിൽ പൊട്ടിപ്പുറപ്പെട്ട സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളും വിപ്ലവ ഗാർഡുകളും ക്രൂരമായ അടിച്ചമർത്തലുകളും ഇറാനിലെ ഭരണകൂടത്തെ ഇല്ലാതാക്കാൻ അനുയോജ്യമായ സമയമാണിതെന്ന നിഗമനത്തിലേക്ക് ട്രംപിനെ എത്തിച്ചു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ അവരുടെ നിലനിൽപ്പിന് ഭീഷണിയായ ഏറ്റവും വലിയ ശത്രുവാണ്. ജൂണിൽ നടന്ന ആദ്യഘട്ട ആക്രമണത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ഭാഗികമായി തകർക്കാൻ ഇസ്രായേലിന് സാധിച്ചിരുന്നു. എന്നാൽ അതിന്റെ ഫലത്തിൽ നെതന്യാഹു പൂർണ്ണ സംതൃപ്തനായിരുന്നില്ല. ഡിസംബറിൽ ഫ്ലോറിഡയിലെ മാറെ ലാഗോ എസ്റ്റേറ്റിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയിൽ നെതന്യാഹു തന്റെ അതൃപ്തി ട്രംപിനെ അറിയിച്ചു. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി ഭാവിയിൽ അമേരിക്കൻ മണ്ണിൽ വരെ ഭീഷണിയാകുമെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി. അദ്ദേഹം ഡിഫൻസ് ഫോഴ്സും അമേരിക്കയുടെ സെൻട്രൽ കമാൻഡും തമ്മിലുള്ള സഹകരണം ഈ കാലയളവിൽ വർദ്ധിപ്പിച്ചു. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി വിജയിച്ചെങ്കിലും അത് വലിയ വില നൽകേണ്ടി വന്ന ഒന്നായിരുന്നു. ഇറാന്റെ പ്രത്യാക്രമണങ്ങളിൽ 2300-ലധികം ഇറാനിയൻ സിവിലിയന്മാരും 13 അമേരിക്കൻ സൈനികരും കൊല്ലപ്പെട്ടു. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഷിപ്പിംഗ് റൂട്ടുകളിൽ ഒന്നായ ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടപ്പെട്ടത് ആഗോള സമ്പദ് വ്യവസ്ഥയെ ഉലച്ചു. എണ്ണവിലയിൽ ചരിത്രപരമായ കുതിച്ചുചാട്ടം ഉണ്ടാവുകയും പല രാജ്യങ്ങളും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയും ചെയ്തു. അമേരിക്കൻ നയതന്ത്ര കേന്ദ്രങ്ങൾക്കും സൈനിക പോസ്റ്റുകൾക്കും നേരെ പ്രോക്സി ഗ്രൂപ്പുകളുടെ ആക്രമണങ്ങൾ ഇന്നും തുടരുന്നു. ഖമേനി കൊല്ലപ്പെട്ടാൽ ഇറാനിൽ വലിയൊരു വിപ്ലവം നടക്കുമെന്നും ജനാധിപത്യപരമായ ഒരു ഭരണകൂടം വരുമെന്നും അമേരിക്കയും ഇസ്രയേലും പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ CIA-യുടെ വിലയിരുത്തൽ മറ്റൊന്നായിരുന്നു. ഖമേനി കൊല്ലപ്പെട്ടാൽ അതിനേക്കാൾ കടുത്ത നിലപാടുകാരനായ ഒരാൾ അധികാരത്തിൽ വരുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അത് അക്ഷരം പ്രതി ശരിയാകുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. ഖമേനിയുടെ മകൻ മുസ്തഫ ഖമേനി ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടു. തന്റെ പിതാവിനേക്കാൾ കടുത്ത അമേരിക്കൻ വിരുദ്ധനും കർക്കശക്കാരനുമായിരുന്നു മുസ്തഫ. ഇതോടെ ഇറാൻ വീണ്ടും ഒരു ഇരുണ്ട കാലഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. വിപ്ലവ ഗാർഡുകൾ തെരുവുകളിൽ കടുത്ത പെട്രോളിംഗ് നടത്തുകയും പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുകയും ചെയ്യുന്നു. ദശലക്ഷക്കണക്കിന് ഇറാനികൾ ഭയത്താൽ വീടുകളിൽ തന്നെ കഴിയുകയാണ്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യങ്ങളെ പാടെ മാറ്റിമറിച്ചു. ഇറാന്റെ പരമോന്നത നേതാവിനെ വധിക്കാൻ കഴിഞ്ഞത് ഇസ്രയേലിനും അമേരിക്കയ്ക്കും വലിയ സൈനിക വിജയമായി തോന്നാമെങ്കിലും അത് സൃഷ്ടിച്ച രാഷ്ട്രീയവും സാമ്പത്തികമായ മുറിവുകൾ ഉണങ്ങാൻ ദശകങ്ങൾ വേണ്ടിവരും. ഭരണമാറ്റം എന്ന ലക്ഷ്യം പൂർണ്ണമായും വിജയിച്ചില്ലെന്ന് മാത്രമല്ല, കൂടുതൽ കടുത്തൊരു നേതൃത്വം ഇറാന്റെ തലപ്പത്ത് വരികയും ചെയ്തു. യുദ്ധം 4-ാം ആഴ്ചയിലേക്ക് കടക്കുമ്പോഴും മേഖലയിലെ അസ്ഥിരത തുടരുകയാണ്. ലോകം ഒരു 3-ാം ലോക മഹായുദ്ധത്തിന്റെ വക്കിലാണോ എന്ന് രാഷ്ട്രീയ നിരീക്ഷകരും ആശങ്കപ്പെടുന്നു. വാക്കുകൾ കൊണ്ട് തീർക്കുന്ന നയതന്ത്രത്തെക്കാൾ ബോംബുകൾ കൊണ്ട് തീർക്കുന്ന തീരുമാനങ്ങൾ എത്രത്തോളം അപകടകരമാണെന്ന് ഈ ഓപ്പറേഷൻ ലോകത്തിന് കാണിച്ചു കൊടുത്തു. അമേരിക്കയുടെ ഫസ്റ്റ് നയവും ഇസ്രയേലിന്റെ സുരക്ഷാ താൽപര്യങ്ങളും ഒന്നിച്ചപ്പോൾ ഉണ്ടായ ഈ സൈനിക നീക്കം ചരിത്രത്തിൽ എങ്ങനെ രേഖപ്പെടുത്തുമെന്ന് വരും കാലം തെളിയിക്കും.